ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന ഈ സമയം നമ്മെ ഓരോരുത്തരെയും ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ച് ആത്മാവിൻ്റെ നിറവോടുകൂടി അഭിഷേകത്തോടുകൂടി വചനം കേൾക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കേൾക്കുന്ന വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പതിയണം, ഫലം പുറപ്പെടുവിക്കണം. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ സഹായം നമുക്ക് അപേക്ഷിക്കാം. പ്രാർത്ഥനയോടെ തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഞാനിപ്പോൾ വായിക്കുന്നത് വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള തിരുവചനങ്ങളാണ്. ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവിൻ. യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവിൻ. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവിൻ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഈ വചനങ്ങളിലൂടെ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്. ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം വിശുദ്ധിയിൽ, പരിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം. നിങ്ങളെ വിളിച്ചവൻ, നിങ്ങളുടെ കർത്താവ് പരിശുദ്ധരായിരിക്കുന്ന പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം വിശുദ്ധരായി ജീവിച്ച് നിത്യതയിൽ സ്വർഗീയ പിതാവിനോടൊത്ത് വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതോ ഒരു വ്യക്തിയും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് എന്ന് 7-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധരായി ജീവിക്കണം. വിശുദ്ധിയിൽ ജീവിച്ചെങ്കിലേ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശുദ്ധരായി ജീവിക്കാൻ സാധിക്കുന്നത്? ചിലരെങ്കിലും ധ്യാനാവസരങ്ങളിൽ സംശയമായിട്ട് പറയാറുണ്ട്, എവിടെ നോക്കിയാലും പാപം, എവിടെ നോക്കിയാലും തിന്മ, എവിടെ നോക്കിയാലും അശുദ്ധി, പാപം പെരുകിയ ഈ ലോകത്ത് എങ്ങനെയാണ് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുന്നത്? നമുക്കറിയാം, അനേക വിശുദ്ധർ, ആയിരക്കണക്കിന് വിശുദ്ധർ തിരുസഭയിലുണ്ട്. അവരൊക്കെ ജീവിച്ചത് ഈ അശുദ്ധിയും തിന്മയും നിറഞ്ഞ ലോകത്ത് തന്നെയാണ്. അടുത്ത കാലത്ത്, അടുത്ത ദിവസങ്ങളിൽ പരിശുദ്ധ പിതാവ് ലയോ 14-ാമൻ മാർപ്പാപ്പ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ച 2 ചെറുപ്പക്കാരുണ്ട്. ഒരാളെ ചെറുപ്പക്കാരൻ നമുക്ക് പറയാൻ സാധ്യമല്ല, കൗമാരക്കാരൻ വിശുദ്ധ കാർലോ അക്യൂറ്റസ്, അതുപോലെ ജോർജിയോ ഫ്രസാത്തി. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെയുള്ള ഈ ലോകത്ത് അതെല്ലാം ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗപ്പെടുത്തി വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയ ചെറുപ്പക്കാരനായ വിശുദ്ധനാണ്, കൗമാരക്കാരനായ വിശുദ്ധനാണ് നമുക്കറിയാം കാർലോ അക്യൂറ്റസ്. അപ്പോൾ പാപവും തിന്മയും നിറഞ്ഞ ലോകത്ത് നമുക്കും വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ആ വിശുദ്ധ ജീവിതമാണ് നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഈശോ ഒരിക്കൽ തന്നെ കേൾക്കാൻ വന്നവരോട് പറഞ്ഞില്ലേ, മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 48-ാം തിരുവചനത്തിൽ നമ്മളത് വായിക്കുന്നു, എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. എൻ്റെ പിതാവ് പൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കണമെന്ന് യേശു പറഞ്ഞു. പ്രിയമുള്ളവരെ, അത് ഈ ലോകത്ത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമുക്ക് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ സ്വയം പരിശ്രമം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ മാത്രം അത് സാധ്യമല്ല. ഇതറിയാവുന്ന ദൈവം വിശുദ്ധിയിൽ നമ്മെ മുമ്പോട്ട് നയിക്കുന്നതിന് വേണ്ടി, നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്കൊരു സഹായകനെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്.
പരിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ, ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. സഹായകൻ വന്ന് ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു സഹായകനെ ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്ന് വിശുദ്ധ ജീവിതത്തിന് നമ്മെ സഹായിക്കും. ആത്മാവിൻ്റെ അഭിഷേകം ഇല്ലാതെ നമുക്ക് ആർക്കും വിശുദ്ധ ജീവിതം നയിക്കാൻ സാധ്യമല്ല. അത് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ബലഹീനരായി നമ്മെ സഹായിക്കാൻ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആത്മീയ ജീവിതം വിശുദ്ധ ജീവിതമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആത്മാവ് നമ്മളെ സഹായിക്കണം, പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. അതുകൊണ്ടാണ് സഭയിൽ, ആദിമസഭയിൽ എല്ലാ പ്രാർത്ഥനകളിലും ഏറ്റവും ആദ്യം അവർ പ്രാർത്ഥിക്കുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയാണ്. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ശക്തിയോടുകൂടി അവർ ദൈവശുശ്രൂഷ ചെയ്തു. പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അവരുടെ എല്ലാ ശുശ്രൂഷകളെയും സഹായിച്ചത് അപ്പസ്തോല നടപടി പുസ്തകത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. കാരണം ആത്മാവില്ലാതെ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധ്യമല്ല. അതിന് കാരണം ജന്മന നമ്മളെല്ലാം പാപികളാണ്. പാപമില്ലാതെ ആരും ജനിക്കുന്നില്ല. തിരുവചനം ഇപ്രകാരം പറയും, റോമാലേഖനത്തിൽ 5:12, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആ ഒരു മനുഷ്യൻ, ആദ്യ മനുഷ്യൻ ആദവും ഹവ്വായും, നമ്മളെല്ലാവരുടെയും ആദ്യ മാതാപിതാക്കൾ, അവർ ദൈവകൽപ്പനയെ ലംഘിച്ചു. ലംഘനം വഴി ലോകത്ത് പാപമുണ്ടായി. അതുകൊണ്ട് ആദത്തിൻ്റെയും ഹവ്വായുടെയും സന്തതി പരമ്പരയിൽ ഈ ഭൂമുഖത്ത് ജനിച്ചിട്ടുള്ള, ജനിക്കാൻ പോകുന്ന, ജീവിക്കുന്ന സകലരുടെ മേലും പാപം ആധിപത്യം പുലർത്തുകയാണ്. പാപവാസന നമ്മളെല്ലാവരിലും ഉണ്ട്. അത് ജനിക്കുമ്പോഴേ തന്നെ നമ്മിൽ വേരൂന്നുകയാണ്. ദാവീദ് സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, സങ്കീർത്തനം 51-ാം അധ്യായത്തിൻ്റെ 5-ാം വചനത്തിൽ, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോഴേ കർത്താവേ ഞാൻ പാപിയാണ്. അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന സമയത്ത് നമുക്കറിയാം, അമ്മയ്ക്കും അപ്പൻ്റെയും ഒക്കെ ആ പരമ്പരയിൽ അവരിൽ നിന്ന് പല കാര്യങ്ങളും മക്കളിലേക്ക് പകരപ്പെടുകയാണ്. നമുക്കറിയാം, പല സ്വഭാവ പ്രത്യേകതകളെല്ലാം, മാതാപിതാക്കളുടെ പ്രത്യേകതകൾ മക്കളിലേക്ക് പകരപ്പെടുന്നുണ്ട്. അതിൽ ഇക്കാര്യം കൂടിയുണ്ട്. അവരുടെ മാനസിക ഭാവങ്ങൾ പകരപ്പെടുന്നതോടൊപ്പം ശാരീരിക ഭാവങ്ങൾ പകരപ്പെടുന്നതോടൊപ്പം അവരുടെ ഉള്ളിലുള്ള പാപവാസനയും പകരപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാപം എല്ലാ മനുഷ്യരിലുണ്ട്, പാപത്തിലേക്കുള്ള ചാച്ചിലുണ്ട്. അതേക്കുറിച്ച് റോമാലേഖനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറയും, 7-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള തിരുവചനങ്ങൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ വെറുക്കുന്ന തിന്മ ഞാൻ അറിയാതെ പ്രവർത്തിച്ചു പോവുകയാണ്. അതിന് കാരണം എന്താണ്? എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ കുടികൊള്ളുന്ന പാപവാസന. ഞാൻ ആഗ്രഹിക്കുന്ന നന്മ പ്രവർത്തിക്കാൻ സാധിക്കാതെ ഞാൻ വെറുക്കുന്ന തിന്മ എന്നെക്കൊണ്ട് പ്രവർത്തിച്ച് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്. നമ്മളെല്ലാം നല്ലത് പറയണം, നന്നായി ജീവിക്കണം, നന്മ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ വെറുക്കുന്ന തിന്മ നമ്മളറിയാതെ തന്നെ പറഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ പ്രവർത്തിച്ചു പോവുകയാണ്. ചില ആളുകൾ പറയാറുണ്ട്, ധ്യാനാവസരത്തിൽ ധ്യാനം കൂടി പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ഇനി ഞാൻ ഒരു അസഭ്യവാക്കും പറയുകയില്ല എന്നെല്ലാം പറഞ്ഞാലും ചില അവസരങ്ങളിൽ ദേഷ്യം വരുമ്പോൾ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുകയാണ്. ഒരു ഡിക്ഷണറിയിലും ഇല്ലാത്ത ചില വാക്കുകളെല്ലാം ഓട്ടോമാറ്റിക്കായി നമ്മുടെ നാവിൽ വന്നു പോവുകയാണ്. ഉള്ളിലുള്ള തിന്മയിൽ നിന്ന് അധരങ്ങളിലൂടെ തിന്മ നിറഞ്ഞ വാക്കുകൾ പുറത്തു വരികയാണ്. അതുപോലെ തന്നെ പല നല്ല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതൊന്നും ചെയ്യാൻ സാധിക്കാതെ തിന്മയിൽ വീണ്ടും മുഴുകി തിന്മയ്ക്ക് അടിപ്പെട്ട് ജീവിച്ചു പോവുകയാണ്. ഇതാണ് സാധാരണ മനുഷ്യൻ്റെ ഒരവസ്ഥ എങ്കിൽ ഈശോ പറഞ്ഞു, നിക്കോദേമൂസിനോടായിട്ടാണ് അത് പറയുന്നത്. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, നീ വീണ്ടും ജനിക്കണം.
യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ നിക്കോദേമോസ് എന്ന് പറയുന്ന മനുഷ്യൻ യഹൂദ പ്രമാണിയായിരുന്നു, നിയമജ്ഞരിൽ പ്രമാണിയായിരുന്നു. അവനൊരു രാത്രി യേശുവിനെ കാണാനായിട്ട് വന്നു. യേശുവിനെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു. നീ ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്ന് ഞാൻ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. ഇങ്ങനെ യേശുവിനെക്കുറിച്ച് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത വേറൊരു കാര്യം അതവന് അറിയില്ല എന്ന് മനസ്സിലാക്കി യേശു അവനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കാതെ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. നിക്കോദേമോസിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം കേട്ടത്. കാര്യം നിയമജ്ഞനായിരുന്നു, പണ്ഡിതനായിരുന്നു, പ്രമാണിയായിരുന്നു. പക്ഷേ ഇങ്ങനൊരു കാര്യം നിക്കോദേമോസ് കേട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നിക്കോദേമോസ് യേശുവിനോട് പറയുന്നുണ്ട്, ഇതെങ്ങനെ സാധിക്കും? ഇത്രയും പ്രായമായ ഞാൻ വീണ്ടും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ജനിക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമാണോ? ഉടനെ യേശു അവനോട് മറുപടി പറഞ്ഞു, നീ പറയുന്നത് മാംസപ്രകാരമുള്ള ജനനത്തെക്കുറിച്ചാണ്, ജഡപ്രകാരമുള്ള ജനനത്തെക്കുറിച്ചാണ്. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നത് ആത്മാവിലുള്ള ജനനത്തെക്കുറിച്ചാണ്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് യേശു പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാംസപ്രകാരം ഏതെങ്കിലും ഒരു അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഈ ഭൂമിയിൽ ജനിച്ച നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വീണ്ടും ഒരു ജന്മം, വീണ്ടും ഒരു ജനനം ആവശ്യമാണെന്ന് യേശു അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ജഡപ്രകാരം ജനിച്ച നമ്മളിൽ ജഡിക വാസനകളുണ്ട്. ഈ ജഡിക വാസനകളെ നിർവീര്യമാക്കി ഇല്ലാതാക്കി വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ, വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ വീണ്ടും ഒരു ജനനം, ആത്മാവിലുള്ള ജനനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആത്മാവിൽ നാം ജനിക്കുമ്പോൾ നാം വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് വീണ്ടും ഒരു ജനനം പ്രാപിക്കുകയാണ്. അങ്ങനെ ആത്മാവിൽ വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 9-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആത്മാവിൽ ജനിച്ചവന് പാപം ചെയ്യുക സാധ്യമല്ല. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ സഹായിക്കുന്നു. ആത്മാവിൽ ജനിച്ചവന് പാപം ചെയ്യുക സാധ്യമല്ല. പാപം ഇല്ലാതെ ജീവിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ ആർക്കാണ് സാധിക്കുക? അത് ആത്മാവിൽ വീണ്ടും ജനിച്ചവർക്കാണ്. അതേ യോഹന്നാൻ്റെ ലേഖനം തന്നെ, 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ അപ്പസ്തോലൻ ഇങ്ങനെ പറയും, ആത്മാവിൽ വീണ്ടും ജനിച്ചവരെ ദുഷ്ടൻ തൊടുകയില്ല, അവർക്ക് പാപം ചെയ്യുക സാധ്യമല്ല. പാപം ചെയ്യാതെ ജീവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുന്നു എന്ന് അവിടെ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ആത്മാവിൽ വീണ്ടും നമ്മൾ ജനിക്കണം. ആത്മാവിൻ്റെ പുതിയ അഭിഷേകം നമ്മൾ പ്രാപിക്കണം. ഒരുപക്ഷെ നമ്മളെല്ലാം ജ്ഞാനസ്നാനത്തിൽ പരിശുദ്ധാത്മാവിൽ ജനിച്ചവരാണ്, വീണ്ടും ജനിച്ചവരാണ്. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയാണ് വിശുദ്ധ മാമോദീസ, പരിശുദ്ധ മാമോദീസ. ആ സമയത്ത് ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നു. വീണ്ടും സ്ഥൈര്യലേപനം എന്ന കുദാശ സ്വീകരിക്കുന്ന ആ സമയത്ത് വീണ്ടും ആത്മാവിൽ ദൃഢീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമുക്കറിയാം, എല്ലാ പ്രാർത്ഥനയും ആരംഭിക്കുന്നത് ത്രിത്വൈക ദൈവത്തെ വിളിച്ചുകൊണ്ടാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അഭിഷേകത്തിന് വേണ്ടി എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, പരിശുദ്ധ ജപമാല നമ്മൾ ചെല്ലുമ്പോഴും ഈ പ്രാർത്ഥന തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥന നമ്മൾ ആരംഭിക്കുന്നത്. തിരുസഭയിലെ എല്ലാ പ്രാർത്ഥനകളും നമുക്കറിയാം, ആ പ്രാർത്ഥനകളിലെല്ലാം പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആത്മാ അഭിഷേകം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നമ്മിലുള്ള ജഡിക പ്രവണതകളെ നിർവീര്യമാക്കുന്നു എന്ന് അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ജഡിക താല്പര്യങ്ങൾ നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ആത്മാവിനാൽ ജഡിക വാസനകളെ നിർവീര്യമാക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പോൾ വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ നമ്മിലുള്ള ജഡിക വാസനകളെ നിർവീര്യമാക്കണം. നിഹനിക്കുന്നുവെങ്കിൽ, ശരീരത്തിൻ്റെ വാസനകളെ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. നിഹനിക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയും
സ്വയം കഴിവുകൊണ്ട് നമുക്കാവില്ല. കാരണം നമ്മളെല്ലാം പാപികളാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മിലുള്ള പാപവാസനകളെ നിർവീര്യമാക്കി കളയും. നിർവീര്യമാക്കിയാൽ പിന്നീട് ആ തെറ്റിൽ നമ്മൾ വീഴില്ല. ആ പാപം ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. ആ പാപത്തെക്കുറിച്ചുള്ള ചിന്ത പോലും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റും. അതുകൊണ്ടാണ് ധ്യാനാവസരങ്ങളിലെല്ലാം അനേക വർഷങ്ങളായി മദ്യത്തിന് അടിപ്പെട്ടു പോയവർ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ മദ്യാസക്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് വിടുതൽ നൽകുകയാണ്. പിന്നീട് മദ്യപിക്കാനായിട്ട് തോന്നുകയില്ല. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവങ്ങളുണ്ട്. അതുപോലെ ജഡിക പാപങ്ങളിൽ മുഴുകി ജീവിച്ച് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളിൽ ജീവിച്ച് പാപവാസനകൾക്ക് അടിപ്പെട്ടു പോയവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിടുതൽ നൽകി അതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. ആ പാപവാസനകളെ തന്നെ ഇല്ലാതാക്കി കളയും. ഒപ്പം ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ആത്മാവ്, ഒരു പുതിയ ചിന്ത, പുതിയ മനസ്സ് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. എസെക്കിയേൽ പ്രവചനത്തിൽ 36-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: അന്ന് ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും, നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, ഒരു പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ കർത്താവിൻ്റെ കൽപ്പനകൾ കാക്കുന്നതിൽ ശ്രദ്ധയുള്ളവരായി ആത്മാവ് മാറ്റും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവർത്തനത്തെക്കുറിച്ചാണ് പ്രവാചകനിലൂടെ ദൈവം പറയുന്നത്. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. ആ ശുദ്ധജലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ അവനൊരു പുതിയ ഹൃദയം ലഭിക്കുകയാണ്. നമുക്കറിയാം, സാമൂൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സാവൂളിനോട് പറഞ്ഞു, ആത്മാവ് വരുമ്പോൾ നീ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറും. സാവൂൾ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി നമുക്കറിയാം. എന്നതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ഒരു പുതിയ ഹൃദയം തരും. പുതിയ ഹൃദയം ഉണ്ടായാൽ പുതിയ ചിന്തയായി, പുതിയ രീതികളായി ജീവിതം മുഴുവനും മാറിപ്പോകും. ഒരു പുതിയ വ്യക്തിയായി പരിശുദ്ധാത്മാവ് നമ്മെ മാറ്റിയെടുക്കുകയാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ കാക്കുന്നതിൽ ശ്രദ്ധയുള്ളവരായി പരിശുദ്ധാത്മാവ് നമ്മെ മാറ്റും. കർത്താവിൻ്റെ കൽപ്പനകൾ നമുക്കറിയാം. കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതിലെല്ലാ കൽപ്പനകളും അടങ്ങിയിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കൽപ്പനകൾ പാലിക്കാനുള്ള കഴിവ്, പാലിച്ച് ഈ ഭൂമി ജീവിക്കാനുള്ള പ്രത്യേക സിദ്ധി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരും. അതിനർത്ഥം ദൈവസ്നേഹവും കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കും. ദൈവസ്നേഹത്തിൽ നിറഞ്ഞുള്ള ജീവിതമാണ് വിശുദ്ധ ജീവിതം. എല്ലാറ്റിലും അധികമായി പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുക, തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. യേശു സ്നേഹിച്ചതുപോലെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതാണ് വിശുദ്ധ ജീവിതം. അതിനുള്ള പ്രത്യേക കഴിവ് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. തിരുവചനം പറയും, റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായം 5-ാം വചനം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ പുതിയ അഭിഷേകം പ്രാപിക്കുന്ന അവസരത്തിൽ, ആത്മാവിൻ്റെ നിറവിലേക്ക് നമ്മൾ വരുമ്പോൾ, ആത്മാവിൻ്റെ നിറവ് എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിലുള്ള നിറവാണ്. ആ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ നമുക്ക് എളുപ്പമായി തീരും. എല്ലാറ്റിലും അധികം ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറും. ഒപ്പം നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനുള്ള, കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കാനുള്ള ആ കഴിവും പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അപ്പോഴാണ് സഹോദരങ്ങളുടെ ദ്രോഹങ്ങൾ നമുക്ക് ക്ഷമിക്കാനായിട്ട് പറ്റുന്നത്. ക്ഷമ ഒരു വലിയ വരമായിട്ട് പരിശുദ്ധാത്മാവ് തരികയാണ്. ഈശോ പറഞ്ഞല്ലോ, നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നതിൽ എന്താ പ്രത്യേകതയുള്ളത്? പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുക. നിങ്ങളോട് മറ്റുള്ളവർ എന്ത് ചെയ്ത് തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ആ ഒരു ജീവിതം, ദ്രോഹങ്ങൾ ക്ഷമിക്കുന്ന ജീവിതം, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതം, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ജീവിതം. ഈശോ കുരിശിൽ കിടന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ആകയാൽ അവരോട് ക്ഷമിക്കണമേ. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വചനത്തിൽ ഈശോ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ ഇന്ന് ജീവിക്കുന്ന നമ്മെ പരിശുദ്ധാത്മാവ് സഹായിക്കും. മറ്റുള്ളവർ, നമുക്കറിയാം,
കൂടെയുള്ള എല്ലാവരും നമ്മെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാവരും സ്നേഹിക്കണമെന്നില്ല. എല്ലാവരും ഒരുപക്ഷെ നമുക്ക് പലതരത്തിൽ ദ്രോഹം ചെയ്യുന്നവർ നമ്മുടെ ചുറ്റും ഉണ്ടായേക്കാം. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായേക്കാം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നു, ഭാര്യ സ്നേഹിക്കുന്നില്ല. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്ന് ഭാര്യ ആഗ്രഹിക്കും. മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. മക്കൾ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കൾ സ്നേഹിക്കണമെന്ന് മക്കൾ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ കുറവ് പല കുടുംബങ്ങളിലും ഉണ്ട്. അസ്വസ്ഥതകൾ, അതിൻ്റെ പേരിലുള്ള അസ്വസ്ഥതകൾ ഉടലെടുക്കുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, മക്കളും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പലപ്പോഴും കലഹങ്ങളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഉടലെടുക്കുകയാണ്. അവിടെയെല്ലാം നമ്മളെന്താ ചെയ്യേണ്ടത്? സ്നേഹത്തിൻ്റെ അരൂപി അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനായി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും കുടുംബത്തിലുള്ളവരെല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനായി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, സ്വസ്ഥതയുണ്ടാകും. അവിടുത്തെ അസ്വസ്ഥതകളെല്ലാം നീങ്ങിപ്പോകും. സ്നേഹിക്കാൻ കഴിവ് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈശോ ആഗ്രഹിച്ചതുപോലെ സ്നേഹിക്കുക, തിന്മ ചെയ്യുന്നവന് നന്മ ചെയ്യുക, പീഡിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതെല്ലാം നമുക്ക് എളുപ്പമുള്ള അനുഭവങ്ങളായിട്ട് മാറും. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അപ്പസ്തോല നടപടി പുസ്തകത്തിൽ അപ്പസ്തോലന്മാരെ ദ്രോഹിച്ച ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ വിശുദ്ധ പത്രോസിനെയും യോഹന്നാനെയും അവർ ജയിലിലടച്ച് തുറന്നു വിട്ടപ്പോൾ യേശുവിനെ പ്രതി സഹിക്കേണ്ടി വന്നതിൽ സന്തോഷത്തോടെ തുള്ളിച്ചാടി അവർ പുറത്തുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. 16-ാം അധ്യായത്തിലെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 25 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കും, പൗലോസും സീലാസും സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ ജയിലടക്കപ്പെടുകയാണ്. ജയിലിൽ കിടന്ന് ആ പ്രിയപ്പെട്ട അപ്പസ്തോലൻ പൗലോസും ശിഷ്യൻ സീലാസും രണ്ടുപേരും കീർത്തനം പാടി അവർ ദൈവത്തെ സ്തുതിച്ചു. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. കാരണം അവരുടെ ജീവിതം ആത്മാവിൽ നിറഞ്ഞ ജീവിതമായിരുന്നു. തങ്ങളെ അകാരണമായി ജയിലിലടച്ചവരെ കുറിച്ച് അവർക്ക് പരാതിയില്ലായിരുന്നു, ആവലാതിയില്ലായിരുന്നു. എല്ലാം ദൈവം നന്മയായിട്ട് മാറ്റുമെന്ന ഉറപ്പോടുകൂടി രാത്രികാലം മുഴുവനും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ച പൗലോസിനെയും സീലാസിനെയും നമ്മൾ വേദപുസ്തകത്തിൽ കണ്ടുമുട്ടുന്നു. 7-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ 57 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ് വിശുദ്ധ സ്റ്റീഫൻ, ആദ്യത്തെ രക്തസാക്ഷി ആയ സ്റ്റീഫൻ. ആ സ്റ്റീഫൻ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ ചുറ്റും ആളുകൾ കൂടി കല്ലെറിഞ്ഞ് സ്റ്റീഫനെ കൊല്ലാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ചുറ്റും നിന്നവർ അവൻ്റെ മുഖത്തു നോക്കി കോപാക്രാന്തരായി അവൻ്റെ മേൽ കല്ലുകൾ പെറുക്കി എറിഞ്ഞു. അപ്പോൾ വിശുദ്ധ സ്റ്റീഫൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി അവൻ പ്രാർത്ഥിച്ചു. വിശുദ്ധ സ്റ്റീഫൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, ഈ കുറ്റം ഇവരുടെ മേൽ അങ്ങ് ആരോപിക്കരുതേ. പ്രിയമുള്ളവരെ, വിശുദ്ധ സ്റ്റീഫൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിശുദ്ധ സ്റ്റീഫന് സാധിച്ചു. എന്നതുപോലെ ഇന്ന് ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയുന്ന മനുഷ്യരാണെങ്കിൽ നമ്മളെ ദ്രോഹിക്കുന്നവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റും, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അത് ഒരുപക്ഷേ നമ്മുടെ കുടുംബത്തിലായിരിക്കാം, അയൽവക്കത്തായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം. നമ്മെ ദ്രോഹിക്കുന്നവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും. ഇതാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. അതിനുള്ള ശക്തി ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വചനത്തിൽ പറയുന്നു, നീ എൻ്റെ കൈവെപ്പിലൂടെ സ്വീകരിച്ച ദൈവീക വരം വീണ്ടും ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിലേ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ ദിവസവും ഏത് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ വരണേ, എനിക്ക് എന്നിലുള്ള പാപവാസനകളെ നിർവീര്യമാക്കി വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എങ്കിൽ വീണ്ടും വീണ്ടും നമ്മെ പുതുക്കി പണിയുന്ന പരിശുദ്ധാത്മാവ് പുതിയ അനുഭവം, പ്രിയമുള്ളവരെ, അത് ദൈവസ്നേഹത്തിൽ വളരുന്ന അനുഭവം, ദൈവസ്നേഹം പങ്കുവയ്ക്കുന്ന
അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ വളർത്തും. ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം ശ്രദ്ധയോടുകൂടി കേൾക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചതിന് അവിടുത്തെ സന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. ഒപ്പം പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങേ ആത്മാവിനെ അയച്ച്, സഹായകരായ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, പുതിയ മനുഷ്യരാക്കി പരിശുദ്ധാത്മാവെ ഞങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.